Radio Library. Radio Library with RJ Radish. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഖത്തർസ് നമ്പർ 1 റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം 98.6 ഇത് റേഡിയോ ലൈബ്രറിയുടെ സമയം. നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ്. ഇന്ന് നമ്മളുടെ കൂടെ റേഡിയോ ലൈബ്രറിയിൽ എത്തിയിരിക്കുന്നത് ഒരു ഡോക്ടറാണ് കേട്ടോ. ഡോക്ടറുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു പുസ്തകങ്ങൾ എഴുതുക എന്നുള്ളത്. കാര്യം ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് നടക്കുന്ന ഒരാൾ MD എന്ന ഏറ്റവും വലിയ സാഹിത്യകാരൻ ജനിച്ച സ്ഥലത്ത് തന്നെയാണ് ജനിച്ചത്, കൂടല്ലൂരിൽ തന്നെയാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ എഴുത്തെന്ന ആഗ്രഹം വിടാതെ തുടർന്ന് ഇപ്പോൾ അത് സാധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പഠിച്ച കാര്യങ്ങൾ, എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത്. ജീവൻ്റെ മണമുള്ള ജീവിതങ്ങൾ. ക്യാൻസർ പ്രതിരോധം, ആദ്യ സൂചനകൾ കണ്ടെത്തൽ, ജീവൻ രക്ഷിക്കൽ, അങ്ങനെ ഡെയിലി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. അതിൽ ഈ ക്യാൻസർ സർവൈവ് ചെയ്തവരുടെ അനുഭവ കഥകൾ, ഇതൊക്കെ ഒരു പുസ്തകത്തിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നതാണ് ഡോക്ടർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്യാൻസർ പ്രതിരോധ മേഖലയിലെ പ്രിവെൻറ്റീവ് ഓങ്കോളജി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ദീപ്തി TR ആണ് നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത്. ഡോക്ടർ നമസ്കാരം, റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം. ക്യാൻസർ ബാധിതരുടെ ജീവിതകഥ പറയുന്ന പുസ്തകം ജീവന്റെ മണമുള്ള ജീവിതങ്ങൾ, ഇതിങ്ങനെ ഒരു പുസ്തക രൂപത്തിലാക്കണമെന്നും അല്ലെങ്കിൽ ഇത് പുസ്തകത്തിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നുള്ള തീരുമാനം വന്നത് എങ്ങനെയായിരുന്നു? ഒരുപാട് പേരുടെ അനുഭവ കഥകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ക്യാൻസറിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പുസ്തകത്തിൽ നൽകുന്നുണ്ടോ? ഡോക്ടർ, ഇതിൽ ഒരുപാട് കഥകൾ പറഞ്ഞു പോകുന്നുണ്ട്, ഒരുപാട് പേരുടെ എക്സ്പീരിയൻസുകൾ പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പം ഇതിൽ തന്നെ ഓരോന്നിനും ഓരോ ടൈറ്റിലുണ്ട്. ഇരുൾ മഴയുണ്ട്, വഴിതിരിഞ്ഞ ജീവിതമുണ്ട്, പിടിതരാത്ത മനസ്സുണ്ട്, ഗീത സിസ്റ്ററുണ്ട്. അങ്ങനെ പോകുമ്പോൾ ചിലങ്കയെ സ്നേഹിച്ചവൾ എന്ന കഥയിലേക്ക് വരികയാണെങ്കിൽ
തീർച്ചയായിട്ടും ഈ പുസ്തകം വായിച്ച നിരവധി പേരുണ്ടായിരിക്കും. അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രതികരണം എന്തായിരുന്നു? നിർത്താതെ തകർത്ത് പെയ്യുന്ന മഴ. സാധാരണ മഴയോ വെയിലോ ക്യാൻസർ സെന്ററുകളിലെ തിരക്കിനെ ഒരു രീതിയിലും ബാധിക്കാറില്ല. രാവിലെ 8 മണിയാകുമ്പോഴേക്കും രോഗികളുടെയും ബൈസ്റ്റാൻഡേഴ്സിന്റെയും തിരക്ക് കണ്ടിട്ടാണ് ഓരോ ദിവസവും OPയിൽ കയറാറുള്ളത്. പക്ഷേ അന്നെന്തോ വരാന്തയിലൊക്കെ ആളുകൾ കുറവായിരുന്നു. ഹോസ്പിറ്റലിൽ അധികം തിരക്കില്ലായിരുന്നു. ആ മഴയത്ത് നനഞ്ഞു കുളിച്ചുകൊണ്ട് ഒരു അമ്മയും മകനും കയറി വന്നു. ആകപ്പാടെ പരിഭ്രമിച്ച അവസ്ഥയിലായിരുന്നു അവർ രണ്ടുപേരും. നനഞ്ഞ കുടയും കുറെ പേപ്പറുകളും ചുറ്റിപ്പിടിച്ച് ആ മകന്റെ നിൽപ്പ് കണ്ടാൽ തന്നെ വിഷമമാകും. അമ്മ തലവഴി സാരി ചുറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. സാരിക്കിടയിലൂടെയാണ് അവർ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ അവരോട് രണ്ടുപേരോടും ഇരിക്കാൻ പറഞ്ഞു. നനഞ്ഞ് ക്ഷീണിച്ച് അവർ മുന്നിലിരുന്നു. എന്താ വിഷമം എന്ന് ചോദിച്ചപ്പോഴാണ് ആ അമ്മ സാരി മുഖത്ത് നിന്ന് മാറ്റിയത്. കണ്ണ് മറയുന്ന രീതിയിൽ ഒരു വലിയ മുഴ. സാരിത്തുമ്പ് മാറ്റിയപ്പോഴാണ് എത്ര ഗുരുതരമാണ് കാര്യങ്ങളെന്ന് വ്യക്തമായത്. ഈ പുസ്തകത്തിലെ ഇരുൾമഴ എന്ന കഥയാണ് ഇപ്പം ഞാൻ വായിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ, ഇപ്പോൾ ഇതിൽ ഒരുപാട് പേരുടെ പേരുകൾ, ഒരുപാട് പേരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ വായിച്ചവരിൽ ഒരുപാട് പേര് വായിച്ചു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആരെങ്കിലും ഇത് വായിച്ചവരിൽ ഇത് എൻ്റെ അനുഭവമാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലും വിളിച്ചിരുന്നോ ഡോക്ടർ? ക്യാൻസർ സർവൈവ് ചെയ്ത ഒരുപാട് ആൾക്കാരുടെ കഥകൾ ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരാളുടെ അനുഭവം നമുക്ക് പറയാമോ?
ഡോക്ടർ, ഇപ്പോൾ ഈ പുസ്തകത്തിൽ ഒരുപാട് കഥകൾ പറഞ്ഞു പോകുന്ന കൂട്ടത്തിലെ മറ്റൊരു ടൈറ്റിലാണ് ക്യാൻസർ വാർഡിലെ മാലാഖ. ആ സ്റ്റോറിയിലേക്ക് വരാം. ഇപ്പോൾ ഒരുപാട് പേരുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഈ പുസ്തകത്തിലൂടെ പറയുന്നുണ്ട്. ഇങ്ങനെ അവരുടെ അനുഭവങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയതിനെ കുറിച്ച് എന്തായിരുന്നു അവർ വായിച്ചതിന് ശേഷം അവരുടെ ഒരു പ്രതികരണം? അതുപോലെ ഡോക്ടർ, ഇപ്പോൾ ഒരുപാട് കഥകൾ നമ്മളിപ്പോൾ വായിച്ചു പോകുമ്പോൾ ചിലതൊക്കെ ഇത് ശരിക്കും ഉള്ളതാണോ എന്ന് തന്നെ തോന്നിപ്പോകും. ഇതെല്ലാം ഡോക്ടർ നേരിട്ട് കണ്ട അനുഭവങ്ങൾ മാത്രമാണോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഡോക്ടർ, ഇനി നമുക്ക് അടുത്തൊരു കഥയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ,
തീർച്ചയായിട്ടും. എന്തായാലും ഒരുപാട് നന്ദി ഡോക്ടർ, നമ്മളുടെ കൂടെ ഇത്രയും സമയം എത്തിയതിൽ. ഈ ഒരു പുസ്തകം കൂടുതൽ പേരിലേക്ക് എത്തിച്ചേരട്ടെ. കൂടുതൽ ആൾക്കാർ ഏറ്റവും മികച്ച അഭിപ്രായമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം കൂടി തന്നെയാണ്. കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തട്ടെ. എല്ലാവിധ ആശംസകളും.
ക്യാൻസർ എന്ന വലിയ വിപത്തിനെ നമുക്ക് എങ്ങനെ നേരിടാം, അതിനെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് നമുക്ക് ഏതൊക്കെ രീതിയിൽ ചികിത്സ നൽകാം, അല്ലെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരെ എങ്ങനെയൊക്കെയാണ്, ഏത് രീതിയിലൂടെയാണ് അവർ കടന്നു പോയത്, ഇത് സർവൈവ് ചെയ്ത ആൾക്കാരെ എങ്ങനെയാണ് അവർക്ക് നൽകാൻ പറ്റുന്ന മോട്ടിവേഷൻ എന്താണ്, അതൊക്കെ ഈ ഒരു പുസ്തകത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ജീവൻ്റെ മണമുള്ള ജീവിതങ്ങൾ എന്ന പുസ്തകത്തിലൂടെ ഡോക്ടർ ദീപ്തി TR പറയുന്നത്. നമ്മൾ ഓരോ ആൾക്കാരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം കൂടി തന്നെയാണ്. ഇതിപ്പം സർവൈവ് ചെയ്ത ആൾക്കാർ മാത്രമല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്യാൻസർ വന്ന് പോയി കഴിഞ്ഞ ആൾക്കാർ മാത്രമല്ല, ഇതിനെക്കുറിച്ച് നമ്മളും അവെയർ ആയിരിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മളും ഇത് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു പുസ്തകം കൂടി തന്നെയാണ്. ഡോക്ടറിൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ, പല രീതിയിലും കണ്ടുമുട്ടിയ ആൾക്കാരുടെ അനുഭവങ്ങളാണ് ഈ പുസ്തകത്തിലൂടെ പറയുന്നത്. ഡോക്ടർ ദീപ്തി TRൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു പുസ്തകം എഴുതുക എന്നുള്ളത്. അത് തൻ്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് താൻ നേരിട്ട എക്സ്പീരിയൻസുകൾ ഈ പുസ്തകത്തിലൂടെ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു പുസ്തകം നിങ്ങളിലേക്ക് എത്തുമ്പോൾ അത് ഉറപ്പായിട്ടും വായിക്കുന്ന കാര്യം മറന്നുകൊണ്ട് ജീവൻ്റെ മണമുള്ള ജീവിതങ്ങൾ. ഈ പുസ്തകം ഇന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ടാറ്റാ ബൈ പറയുകയാണ്. റേഡിയോ ലൈബ്രറിയിൽ നിന്നും രതീഷ്. കേട്ടോണ്ടിക്കൂ കഥേഴ്സ് നമ്പർ 1 റേഡിയോ സ്റ്റേഷൻ, റേഡിയോ മലയാളം 98.6 FM.